വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. വചനത്തിലൂടെയുള്ള വെളിപ്പാടുകൾ എത്ര തടസ്സമെന്ന്, ലോകം എത്ര അസാധ്യമെന്ന് പറയുന്നു. ദൈവം പ്രവർത്തിക്കാൻ പോയി. യെശയ്യാവ് 43:2-3 നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കുന്നു. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. മണിക്കൂറുകൾ എടുത്ത് വിവരിക്കേണ്ട സന്ദേശമാണ്. ചെറിയ കൺക്ലൂഡ് ചെയ്ത് 5-10 മിനിറ്റിനകത്ത് പറയാൻ ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങൾക്കുള്ള സന്ദേശം അതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേൽ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ, നമ്മുടെ ഉടയവനായ ദൈവം, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം. ആമേൻ. ഭയങ്കരവും അതിശയവുമായി നമ്മെ സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, ഇന്നെന്നെ കേൾക്കുന്ന ജീവിതമേ, നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നിങ്ങളോട് വിളിച്ച് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും വി ഹാവ് എ റിഡീമർ. നമ്മളെ വീണ്ടെടുത്തവൻ, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നമ്മെ വീണ്ടെടുത്ത ദൈവം പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടുകാരിട്ട പേരല്ല, അല്ലെ നമ്മൾ വിളിക്കുന്ന ഓമന പേരല്ല. ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്, എൻ്റെ ദാസൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ. അതുകൊണ്ടാ യേശുവിനെ നമുക്കറിയാം. യോർദാൻ നദിയിൽ താൻ സ്നാനമേറ്റ് താൻ വരുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ വെൽ പ്ലീസ്ഡ്. അതേ, ആ പ്രിയപുത്രൻ, നീ കർത്താവിന് വേണ്ടപ്പെട്ട ആളാണ്, നീ കർത്താവിന് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. തകർന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുകയാണ്, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ള ദൈവത്തിനും. നീ ദൈവത്തിന്റെ വകയാ. കർത്താവിനോട് പറയുന്നു, മോശ ആടിനെ തീറ്റുന്ന വടിയുണ്ടല്ലോ, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇടും വരെ അത് മോശയുടെ വടിയായിരുന്നു. പക്ഷേ ഇതെപ്പോൾ താൻ ദൈവവുമായ ഒരു എൻകൗണ്ടിങ്ങിലൂടെ ആ ദൈവ ശബ്ദം താൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ വടി പിന്നെ മോശയുടെ അല്ല, ദൈവത്തിൻ്റെ ആണ്. അങ്ങനെ പല ഭാഗങ്ങളിലുണ്ട്. മോശ ദൈവത്തിന്റെ വടി കയ്യിലെടുത്തു. നീ ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങുന്ന ആടാണ്. അവൻ മേയ്ക്കുന്ന ആടുകൾ തന്നെ നമ്മൾ അവന്റെ കയ്യിലാണ്. നമ്മൾ അവൻ്റേതാണെങ്കിൽ, നമുക്കൊരു നായകനുണ്ടെങ്കിൽ, നമുക്കൊരു ഇടയനുണ്ടെങ്കിൽ, നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ, when you pass through the waters, I will be with you, and through the rivers I will be with you. ഹല്ലേലൂയ. അത് നിന്നെ ഒരിക്കലും അത് കവിയത്തില്ലെന്ന്. വെള്ളമെന്ന് പറയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളാ, അല്ലാതെ വെറും നാച്ചുറൽ ആയിട്ടുള്ള ഒരു അക്കരെ കിടക്കുന്നതല്ല. അതിലും ദൈവം നമ്മെ സൂക്ഷിക്കും. യഥാർത്ഥ വെളിപ്പാട്, നീ വെള്ളത്തിലൂടെ, ജീവിതമാകുന്ന ക്ലേശങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നീ പോകുമ്പോൾ ഈ വെള്ളം നിന്നെ കവിയത്തില്ല. ദൈവത്തിന്റെ ഗ്യാരണ്ടി. നമ്മൾ ചിന്തിക്കും ഇപ്പം നമ്മളെ മുക്കിക്കൊല്ലുമെന്ന്. മുക്കത്തില്ല. ദൈവം അറിയാതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാതെ, സ്വർഗം അറിയാതെ. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, കാശിന് 2 ഉരികളിനെ വാങ്ങുന്നു, ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല. നിങ്ങളുടെ തലമുടി നാരുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ട്, നിരാശപ്പെട്ട്, തകർന്ന്, ഭാരപ്പെട്ട് കേൾക്കുന്ന ജീവിതമേ, സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നോടുള്ള സന്ദേശമാണ്. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ, തീയിലൂടെ, നമുക്കറിയാം, ടീനേജേഴ്സ് 3 കുഞ്ഞുങ്ങൾ ചന്ദ്രക്ക് മേശക്ക് അവേദനവും പറഞ്ഞു, ഞങ്ങളെ ഈ സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, നിങ്ങളെ തീയിലിടും. 7 മടങ്ങ് തീച്ചുള കൂട്ടം. അവർ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ അതിന് മുമ്പിൽ വീഴുന്ന പരിപാടിയില്ല, കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. Our God whom we serve, he will deliver us even if not. ഇല്ലെങ്കിലും ആമേൻ എന്ന് സമ്മതിച്ചു. അവരുടെ ആ കൺവെൻഷൻ, അവരുടെ ആ നല്ല തീരുമാനത്തിൽ 4-മനായി കർത്താവ് ഇറങ്ങണം.
നാലാമന ഓരി കലാപാര ഹഷ്പല. നിന്റെ തീയുടെ ആ ആശുപത്രിയിലെ അനുഭവം, ആ വേദന നിറഞ്ഞ അനുഭവങ്ങൾ, തകർന്ന ദൈവമേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഹല്ലേലൂയ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ പല കാരണങ്ങൾ അതിനകത്തുണ്ടായിരിക്കും, ചിലപ്പോൾ കാരണങ്ങളൊന്നുമില്ലാതായിരിക്കാം. പക്ഷെ നീ വിശ്വസിച്ചു, ആ തീയുടെ ശോധനയുടെ നടുവിൽ സ്വർഗം നിന്നോട് കൂടെയുണ്ട്. ഒരു കർത്താവിനൊരു ഒരു ദാസനൊരു വിദേശിയാണ്, അദ്ദേഹം ഒരിക്കലും മെസ്സേജിൽ പറഞ്ഞിങ്ങനെ, ആ തീയുടെ ശോധനയോടെ കടന്നു പോകുമ്പോൾ ദൈവമേ തീയിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലെ വെള്ളത്തിന്റെ അനുഭവത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നീ എന്നോട് കൂടെ ഇരുന്നാൽ മതി. അതാ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അത് ആദ്യം പച്ചപ്പുൽപ്പുറമുണ്ട്, ആദ്യം പിന്നെ സ്വസ്ഥതയുള്ള വെള്ളമുണ്ട്, തിരുനാമ നിമിത്തം നീതിപാതകളുണ്ട്. പക്ഷെ താൻ പറയുക, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാൽ, ഈവൻ വെൻ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൽ. എന്താ കാരണം? റീസൺ പറയുകയാണ്, ഫോർ യു ആർ വിത്ത് മീ. നീ എന്നോട് കൂടെയുള്ളതുകൊണ്ട്, നിന്റെ അഭിഷേകം എന്നോട് കൂടെയുള്ളതുകൊണ്ട്, നിന്റെ ശക്തി എന്നോട് കൂടെയുള്ളതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. കർത്താവേ, ആ തീയുടെ ശോധനയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഉണ്ടെങ്കിൽ നീ ആ ICUവിൽ ആ വെന്റിലേറ്ററിൽ നടക്കുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ നീ ആ കടത്തിന്റെ ആ ബന്ധനത്തിൽ, ആ നിന്ദയുടെ, ആ പരാജയത്തിന്റെ വേദനയുടെ നടുവിൽ സ്വർഗം നിന്നോടുകൂടി ഉണ്ടെങ്കിൽ അത് മതി. നിന്റെ ആ അസ്ഥി താഴ്വര എന്തോന്നറിയോ? സൈന്യമാവും. ആ തീയിൽ നാലാമനായി ഇറങ്ങി വരുമ്പോൾ ആ തീ നിനക്ക് സംരക്ഷണമായിരിക്കും. നിന്റെ ഒരു തലമുടി പോലും കരിയാതെ നീ തേജസ്സോടെ പുറത്തു വരും. അതാണ് തീയുടെ ശോധനകൾ. താൽക്കാലികമാണ്. പത്രോസ് വിളിച്ചു പറഞ്ഞത് അത് ക്ഷണികമാണ്, അല്പകാലത്തേക്ക്. ഈ ശോധനകൾ കടന്നു പോണ്ടി വന്നാലും ഇതെല്ലാം അവൻ്റെ തേജസ്സിൻ്റെ മഹിമയ്ക്കായി, അനുഗ്രഹത്തിനായി മാറും. കാരണം എല്ലാം തിരിക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് പകൽ എനിക്കറിയത്തില്ല. ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, എൻ്റെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്നോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോകും. God is going to honor you. God is going to lift up your head. ദൈവം നിന്റെ തല ഉയർത്താൻ പോവുക. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നൊരു ഭാഗമുണ്ട്, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നതാണ്. You are the one who lifted up my head. You are my glory and my shield. ഓ ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതൻ നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകം നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മശക്തി വിഷയത്തിനകത്ത് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത പത്രോസ് 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും കഴിഞ്ഞ് കയറി വന്ന പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങി വരാൻ പോകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ വിഷയത്തിന് മേൽ ഇറങ്ങാൻ പോകും. ദൂതൻ ഇറങ്ങുകയാണ് വിഷയത്തിന്റെ മേൽ. അവിടെ എഴുതിയിരിക്കുന്ന ഈ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ആദ്യം പറഞ്ഞു, നീയെ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനാണ്, നിന്നെ മെനഞ്ഞവനാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ ദൈവമാണ്, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, അതുകൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ചിന്തിച്ചു, ദൈവം നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് അവൻ നമ്മുടെ ദൈവമായതുകൊണ്ട് പ്രശ്നങ്ങളില്ലെന്ന് ആരും ചിന്തിക്കല്ല്. പ്രതിസന്ധികളുണ്ട്, വിഷയങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ ആ അനുഭവത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഒരു ഭാഗം. അവർക്ക് സ്വയമേ, കുഞ്ഞേ നിന്റെ ബുദ്ധിക്ക് നിനക്ക് കടന്നു വരാൻ കഴിയത്തില്ല. അതിനകത്തൊന്നും പത്രോസേ, നിന്റെ ബുദ്ധിക്ക് കടന്നു വരാൻ കഴിയത്തില്ല. പക്ഷെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച്, ഞാൻ പറയട്ടെ കുഞ്ഞെ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ ചില പ്രശ്നങ്ങളുടെ നടുവിൽ നീ വീണു പോകുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ചിലരെ, ഓ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. 1-ാം കാവലും 2-ാം കാവലും കിടന്ന് പുറത്തു വന്ന പോലെ ആ തീയുടെ ശോധന നീ പുറത്തു വരാൻ പോവുക. അത് കാണുന്നവർ ഇങ്ങനൊരു വാക്കൂടെ പറയും, ശ്രദ്ധിച്ചോ, നിന്നെക്കുറിച്ച് പറയും, ഇതെങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നത് പറയും തലത്തിൽ ഒരത്ഭുതം ദൈവം ചെയ്യും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ആമേൻ പറഞ്ഞാട്ട് അത്ഭുതം ദൈവം ചെയ്യും. അങ്ങനെയാണ് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ എഴുതിക്കും, ആമേൻ 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 എന്ന് ഇട്ടു. ദൈവം അത് ചെയ്യാൻ പോവുക. ആ പ്രശ്നത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ 1-ഓ 2-ഓ ആവർത്തി ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ശക്തി വന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. ആമേൻ ആമേൻ ആമേൻ.